അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റഹ്മാനും റഹീമുമായ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ ഒരു ദീനി സദസ്സിലാണ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ഈ ഒരു ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സൗഹൃദം ജീവിതത്തിൻ്റെ സൗന്ദര്യമാണ് എന്നുള്ളതാണ്. നല്ല സൗഹൃദങ്ങൾ ലഭിക്കുക എന്നത് ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്നായിട്ടാണ് പണ്ഡിതന്മാർ ആ വിഷയത്തെ സൂചിപ്പിച്ചത്. സുഖദുഃഖങ്ങൾ പങ്കുവെക്കാനും നമ്മുടെ പോരായ്മകളെ തിരുത്താനും നമ്മെ ശാസിക്കാനും നല്ല കൂട്ടുകാരെ ലഭിക്കുക എന്നുള്ളത് അല്ലാഹുവിൻ്റെ പക്കൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിലൊന്നായിട്ടാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട്. അദ്ദേഹം പറയാണ്, സ്വദീഖു ഔഖദു മിനൽ ഖറാബ. കുടുംബ ബന്ധങ്ങളെക്കാൾ പലപ്പോഴും ഒരു മനുഷ്യനിലേക്ക് ഇഴകിച്ചേരുന്നത് അയാളുടെ സൗഹൃദങ്ങളായിരിക്കും എന്നുള്ളതാണ്. മഹാനായ ഇമാം ഖതാദ റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഇന്ന സ്വദീഖ ഇദാ കാന സ്വാലിഹൻ നഫഅ. ഒരു വ്യക്തിക്ക് നല്ല കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ, ഒരു കൂട്ടുകാരൻ നല്ലവനാണെങ്കിൽ, സ്വാലിഹാണെങ്കിൽ, അതുകൊണ്ടുള്ള ഉപകാരം ചെറുതൊന്നുമല്ല എന്നാണ് മഹാനായ ഇമാം ഖതാദ റഹ്മഹുല്ലാഹ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ എന്താണ് ഇസ്ലാമിലെ സൗഹൃദമെന്നും
സൗഹൃദത്തിലെ ഇസ്ലാമിക മര്യാദകൾ എന്തെല്ലാമാണെന്നാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സംസാരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങൾ യഥാവിധി പറയാനും പറയുന്ന കാര്യങ്ങളിലെ ഗുണപാഠങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതെങ്കിലും ഒരാളുടെ കൂടെ കൂടുക എന്നുള്ളത് അത് മനുഷ്യന്റെ ത്വബീഅത്തിൽ തന്നെ, പ്രകൃതിയാൽ തന്നെ കൂട്ടപ്പെട്ട കാര്യമാണ്. കൂട്ടുകാരെ സ്വീകരിക്കുക, കൂട്ടുകാരുണ്ടാകുക എന്നുള്ളതൊക്കെ മനുഷ്യന്റെ പ്രകൃതിയാൽ തന്നെ കൂട്ടപ്പെട്ട കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, അൽ മുഅ്മിനു യഅലഫു വയുഅലഫു വലാ ഖൈറ ഫീമൻ ലാ യഅലഫു വലാ യുഅലഫു വഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു യഥാർത്ഥ വിശ്വാസി മറ്റുള്ള ആളുകളുമായി ഇണങ്ങി ജീവിക്കുന്നവനാണ്, അതേപോലെ തന്നെ ഇണങ്ങുന്നവനാണ് എന്നുള്ളതാണ്. ഒരു വിശ്വാസി ഒരിക്കലും അവന്റെ കാര്യം മാത്രം നോക്കി സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇടകടന്ന് ജീവിക്കാതെ, ഇണങ്ങി ജീവിക്കാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവനല്ല. അവൻ മറ്റുള്ള ആളുകളുമായി ഇടകലർന്ന് ജീവിച്ച് അതേപോലെ തന്നെ ഇണക്കത്തോട് ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, മറ്റുള്ള ആളുകളോട് ഇണങ്ങി ജീവിക്കാത്തവനോട്, മറ്റുള്ള ആളുകളോട് കൂട്ടുകൂടാത്തവന് യാതൊരു ഖൈറും യാതൊരു നന്മയുമില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാണ്. അപ്പൊ ഏറ്റവും നല്ല വ്യക്തി ഏതാണ്? അത് മറ്റുള്ള ആളുകളുമായി ഒരു സമൂഹത്തിന്റെ കൂടെ ജീവിക്കുമ്പോൾ അവർക്കിടയിൽ ഇടകി ജീവിക്കുന്നവൻ, കൂടിക്കലർന്ന് ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന, ഇബ്നു മാജാ റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, അൽ മുഅ്മിനു അല്ലദീ യുഖാലിതു നാസി വയസ്ബിറു അലാ അദാഹും അഫ്ളു മിനൽ മുഅ്മിനി അല്ലദീ ലാ യുഖാലിതു നാസ വലാ യസ്ബിറു അലാ അദാഹും. ജനങ്ങളോട് ഇഴകി ചേരുകയും ഇണങ്ങി നിൽക്കുകയും കൂട്ടുകൂടുകയും ആ കൂട്ടുകൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുന്നവനാണ് ഏറ്റവും നല്ല വ്യക്തി. ജനങ്ങളോട് ഇഴകിച്ചേരുകയും ഇണങ്ങി നിൽക്കുകയും കൂട്ടുകൂടുകയും ആ കൂട്ടുകൂടുന്ന സമയത്ത് സ്വാഭാവികമാണ്, കൂട്ടുകാർക്കിടയിൽ ചില സംസാരങ്ങളൊക്കെ ഉണ്ടാകും, ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ആ പ്രയാസങ്ങളിൽ ക്ഷമിക്കാനും സഹിക്കാനും ഒരാൾ തയ്യാറാണെങ്കിൽ അവനാണ് ഖൈർ, അവനാണ് ഏറ്റവും നല്ല വ്യക്തി. ഏത് വ്യക്തിയേക്കാൾ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിന്റെ അവസാനത്തിൽ പറയാണ്, മറ്റുള്ള ആളുകളുമായി ഇടകി ചേരാത്തവനോട്, മറ്റുള്ള ആളുകളുമായി കൂട്ടുകൂടാത്തവനോട്, ആ കൂട്ടുകൂടുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കാത്ത മനുഷ്യനേക്കാൾ ഖൈറായ വ്യക്തി ആരാണ്? ജനങ്ങളുമായി കൂട്ടുകൂടുകയും ആ കൂട്ടുകൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കാനും സഹിക്കാനും ഒരാൾ തയ്യാറാണെങ്കിൽ അവനാണ് ഏറ്റവും നല്ല ഖൈറായ വ്യക്തി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഒരു സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കുന്ന ആളുകളാണ്. ഒരൊറ്റപ്പെട്ട ജീവിതം ഒരു മനുഷ്യനും കഴിയുന്നതല്ല, അത് അസാധ്യമാണ്. അപ്പൊ മറ്റുള്ള ആളുകളുമായി കൂട്ടുകൂടുക, സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, ഇടകി ചേരുക, ഇണങ്ങി നിൽക്കുക എന്നുള്ളതെല്ലാം ഇസ്ലാം അതിന് വലിയ പ്രാധാന്യമാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആമുഖമായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ തമ്മിൽ ആത്മാർത്ഥമായി കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കണം. അത് കേവലം ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത് നമ്മുടെ കൂട്ടുകൂടൽ. നമ്മൾ മറ്റൊരു സുഹൃത്തിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, ഒരു കൂട്ടുകാരനെ നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകാരനായി കൊണ്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഭൗതിക താല്പര്യങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടാകരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, നമുക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന, ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ. നിങ്ങൾ ആരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല ഹത്താ, ഏതുവരെ? നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ. എന്നിട്ട് എപ്പോഴാണ് നിങ്ങൾ വിശ്വാസിയാകുക? വലാ തുഅ്മിനൂ ഹത്താ തഹാബൂ.
നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസിയാകൂല. ആദ്യം പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല നിങ്ങൾ വിശ്വാസികളാകാതെ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾ വിശ്വാസിയാകൂല. ഇനി പരസ്പരം സ്നേഹിക്കാൻ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുഹു തഹാബത്തും. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. എന്താ കാര്യം? അഫ്ശു സലാമ ബൈനക്കും. നിങ്ങൾക്കിടയിൽ എന്ത് ചെയ്യണം? സലാമിനെ വ്യാപിപ്പിക്കണം. കൂട്ടുകാർ പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം, മറ്റു പല ആളുകളോടും സലാം പറയും. കൂട്ടുകാർ തമ്മിൽ സൗഹൃദങ്ങൾക്കിടയിൽ പലപ്പോഴും എന്ത് ചെയ്യാറില്ല? ഈ സലാം പറയൽ കാണാറില്ല. ഒരു കൂട്ടുകാരനെ കാണുന്ന സമയത്ത് സലാം കൊണ്ട് അഭിസംബോധന ചെയ്യാറില്ല. അവനെ ഫോൺ ചെയ്യുന്ന സമയത്ത് സലാം പറയാറില്ല. വാട്സപ്പിൽ അവന് മെസ്സേജ് അയക്കുന്ന സമയത്ത് സലാം പറയാറില്ല. അതെന്തോ ഒരു മോശമായിട്ടാണ് കാണുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബ്ഖലൻ നാസി മൻ ബഖില ബിസ്സലാം. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പിശുക്കൻ സലാം പറയാൻ മടിക്കുന്ന ആളാണ്. സലാം പറയാൻ ഒരാൾക്ക് മടിയാണോ അവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പിശുക്കനായി ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യനെ പരസ്പരം കാണുന്ന സമയത്ത് കൂട്ടുകാരാണെങ്കിൽ സൗഹൃദങ്ങളാണെങ്കിൽ അത് പരിചയമുള്ള ആളാകട്ടെ പരിചയമില്ലാത്ത ആളുകളാകട്ടെ, നമുക്കിടയിൽ സ്നേഹം വർദ്ധിക്കാനായിക്കൊണ്ട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സലാം പറയുക എന്നുള്ളതാണ്. അതിൽ പിശുക്ക് കാണിക്കുന്ന ആളുകളായി നാം മാറരുത്. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് തരം കൂട്ടുകാരെ കാണാൻ കഴിയും. പണ്ഡിതന്മാർ പറയാണ്, ഒന്നാമത്തെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും നിന്റെ സങ്കടങ്ങളിൽ വേദനിക്കുകയും നിന്റെ സന്തോഷങ്ങളിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ്. നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ അതിൽ സങ്കടപ്പെടും. നമുക്ക് എന്തെങ്കിലും സന്തോഷകരമായ കാര്യം ഉണ്ടായാലോ അതിൽ ആ വ്യക്തി ആനന്ദിക്കുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ കൂട്ടുകാർ. രണ്ടാമത്തെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി നിന്നെ സ്നേഹിക്കുന്നു എന്ന രൂപത്തിൽ നിന്റെ കൂടെ കൂടും. നിനക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ ആ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അവൻ മനസ്സറിഞ്ഞ് സന്തോഷിക്കും. നിനക്ക് എന്തെങ്കിലും ഒരു വേദന ഉണ്ടായാൽ, നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവൻ മനസ്സറിഞ്ഞ് സന്തോഷിക്കും. നിനക്ക് എന്തെങ്കിലും ഒരു സന്തുഷ്ടകരമായ കാര്യങ്ങൾ ഉണ്ടായാലോ അവൻ സന്തോഷിക്കുന്നത് പോലെ നിന്റെ മുമ്പിൽ അവൻ അഭിനയിക്കും. യഥാർത്ഥത്തിൽ അവന്റെ ഉള്ളു മുഴുവനും നിന്നോടുള്ള പകയാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കണം. ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി സ്നേഹിക്കും, നമ്മുടെ വേദനകളിൽ നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മുടെ സന്തോഷങ്ങളിലും ആനന്ദം കണ്ടെത്തുന്ന ആളുകളാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊക്കെ അവരിങ്ങനെ വരുത്തി തീർക്കും. എന്നാൽ നമ്മൾ വേദനിക്കുമ്പോഴോ അവന്റെ ഉള്ളിൽ അവൻ സന്തോഷിക്കായിരിക്കും. നമ്മൾ സന്തോഷിക്കുമ്പോഴോ അവന്റെ ഉള്ളിൽ ആ സന്തോഷം എങ്ങനെയെങ്കിലും ഇല്ലാതാകണം എന്നുള്ള പകയാണ്. ഈ രൂപത്തിലാണ് പണ്ഡിതന്മാർ രണ്ട് തരം കൂട്ടുകാരെ വിശദീകരിച്ചത്. അതുകൊണ്ടാണ് മഹാനായ പണ്ഡിതൻ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയാണ്, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നിന്നെ സഹായിക്കുന്ന, നിന്റെ സങ്കടങ്ങളിൽ നിന്നോടൊപ്പം തന്നെ സങ്കടപ്പെടുന്ന, നിന്റെ സന്തോഷങ്ങളിൽ നിന്റെ കൂടെ കൂടുന്ന ഒരു കൂട്ടുകാരനെ നിനക്ക് ലഭിക്കുകയാണെങ്കിൽ നീ അവനെ മുറുകെ പിടിക്കണം. അങ്ങനെ ഒരു കൂട്ടുകാരന് നിനക്ക് ലഭിക്കുകയാണെങ്കിൽ നീ അവനെ മുറുകെ പിടിക്കണം. കാരണം അങ്ങനെ ഒരു സുഹൃത്തിനെ ലഭിക്കുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള കൂട്ടുകാർ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതോ അത് ഏറ്റവും എളുപ്പമാണ്. അത് ലളിതമായിട്ട് അവർ ചിലപ്പോൾ പെട്ടെന്ന് നമ്മളിന്ന് പോകും. പക്ഷെ അങ്ങനെ ഒരു കൂട്ടുകാരനെ നമ്മുടെ എല്ലാവിധ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കൂട്ടുകാരനെ ലഭിക്കുക എന്നുള്ളത്, അത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഏറെ പ്രയാസകരമാണ് എന്നാണ് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി നമ്മളെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നാം കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ ഭൗതിക നേട്ടം ആഗ്രഹിക്കരുത്. ഒരു മനുഷ്യൻ അത്യാവശ്യം സാമ്പത്തികമായി പണമുണ്ടെങ്കിൽ ആ പണം നോക്കി ഒരാളെയും നാം കൂടെ കൂട്ടാൻ പാടില്ല. ഒരു മനുഷ്യനെ സ്വാധീനമുണ്ടെങ്കിൽ ആ സ്വാധീനത്തെ ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ കൂട്ടുകാരനാകാൻ നമ്മൾ പോകാൻ പാടില്ല. ഒരു മനുഷ്യന് ആളുകൾക്കിടയിൽ സ്ഥാനവും മാനവുമുള്ള വ്യക്തിയാണെങ്കിൽ അവന്റെ പ്രശസ്തിക്ക് വേണ്ടി അവന്റെ ഒപ്പം കൂടാൻ പാടില്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചൊരു വിഷയമാണ്, ഇന്ന് അവന് പണം ഉണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ പണം ഉണ്ടാകണമെന്നില്ല. അപ്പൊ നീ ഭൗതിക ലാഭം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ഭൗതിക നേട്ടങ്ങൾ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരാളുടെയും കൂടെ നീ കൂടാൻ പാടില്ല. സാധാരണ നമ്മൾ പറയുന്നൊരു വാക്കാണ്,
നമ്മൾ ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് ആദ്യം അയാളുടെ പേര് ചോദിക്കും, പിന്നെ രണ്ടാമത് ചോദിക്കും നിന്റെ ജോലി എന്താണെന്നുള്ളത്. മനുഷ്യന്മാരെ ജോലി എന്തിനാണ് ചോദിക്കണമെന്ന് അറിയോ? ആ വ്യക്തിയെ എത്രത്തോളം ബഹുമാനിക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനൊരാളെ പരിചയപ്പെടുന്ന സമയത്ത് അയാളോട് ചോദിച്ചു നിങ്ങളുടെ ജോലി എന്താണ്? അയാൾ പറഞ്ഞു ഞാൻ എഞ്ചിനീയറാണ്, ഡോക്ടറാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെ പെരുമാറ്റത്തിൽ അയാളോട് ഒരു ബഹുമാനം കാണിക്കും. എന്നാൽ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് അയാൾ പറയാണ് ഞാൻ ചെറിയൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഒരു കൂലിപ്പണിക്കാരനാണ്, അപ്പോൾ എൻ്റെ പരിഗണനയും കുറയും. അതാണ് ആളുകൾ പരിചയപ്പെടുന്ന സമയത്ത് ഉടനെ തന്നെ അവരുടെ ജോലി ചോദിക്കാനുള്ള കാരണമെന്ന് ചില സംസാരങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഒരിക്കലും കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഭൗതിക നേട്ടങ്ങളോ ഭൗതിക താല്പര്യങ്ങളോ ആഗ്രഹിച്ചുകൊണ്ട് ഒരാളെയും നാം സ്വീകരിക്കാൻ പാടില്ല. നാം എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത്, പ്രാമുഖ്യം കൊടുക്കേണ്ടത് ഈമാനിന്റെ ഭദ്രതയാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. കാരണം നമ്മൾ പോലും അറിയാതെ കൂട്ടുകാരന്റെ സംസ്കാരത്തിലേക്ക് നാം വഴുതിപ്പോകും. കൂട്ടുകാരന്റെ ആദർശം, കൂട്ടുകാരന്റെ സംസ്കാരം, അവന്റെ ആശയങ്ങൾ, അവന്റെ സംസാര രീതി, അവൻ സംസാരത്തിൽ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അറജിലു അലാ ദീനി ഖലീലിഹി, ഒരാൾ തന്റെ സ്നേഹിതന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ്. ഒരാളുടെ കൂട്ടുകാരൻ ഏത് രൂപത്തിലാണോ അതേ മതത്തിലായിരിക്കും, അതേ രൂപത്തിലായിരിക്കും അയാൾ ഉണ്ടാകുക. എന്നിട്ട് ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ പിന്നെ മുഹദ്ദിസുകളായ ആളുകൾ പറയാണ് അൽമർഉ യുശാബിഹു സദീഖഹു വസാഹിബഹു ഫീ സീറതിഹി വആദതിഹി. ഒരാളുടെ ഒരു കൂട്ടുകാരനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടുകാരന്റെ ചിന്തകളും ആ കൂട്ടുകാരന്റെ ചര്യകളും അയാളുടെ പതിവുകളും എല്ലാം ഇവനെയും സ്വാധീനിക്കും. അവൻ സംസാരിക്കുന്ന രൂപത്തിലായിരിക്കും ഇവന്റെ സംസാരം ഉണ്ടാകുക, അവന്റെ ആദർശമായിരിക്കും ഇവനിൽ ഉണ്ടാകുക. അവൻ നമസ്കാര വിഷയത്തിൽ കണിശത കാണിക്കാത്തവനാണെങ്കിൽ സ്വാഭാവികമായിട്ടും ക്രമേണ ഇവന്റെ ജീവിതത്തിലും അത് സ്വാധീനം ഉണ്ടാകും. ദീനിനെ കളിയാക്കുന്ന, ദീനി വിഷയങ്ങളുടെ പുച്ഛം കാണിക്കുന്ന കൂട്ടുകാരനാണ് അവന്റെ കൂടെയെങ്കിൽ സ്വാഭാവികമായിട്ടും അവന്റെ ജീവിതത്തിലും അതിന്റെ അംശങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെ ജാഹിലിയത്തിൽ അറിയപ്പെട്ട കവിയായ തുർഫത്ത് ബിൻ അബ്ദ് അദ്ദേഹം പറയുന്ന വളരെ മനോഹരമായ ഒരു കവിതയുണ്ട്. അദ്ദേഹം പറയാണ് അനിൽ മർഇ ലാ തസ്അൽ വസലിൻ അൻ കരീനിഹി, നീ ഒരുത്തനെ കുറിച്ച് ചോദിക്കേണ്ട, അവന്റെ ഒപ്പം നടക്കുന്ന ആളെ കുറിച്ച് ചോദിച്ചാൽ മതി. ഇപ്പൊ എന്റെ സ്വഭാവം എന്താണെന്ന് അറിയാൻ എന്റെ കൂടെ നടക്കുന്ന കൂട്ടുകാരന്റെ സ്വഭാവം നോക്കിയാൽ മതി. എന്റെ കൂട്ടുകാരന്റെ സ്വഭാവം സ്വാഭാവികമായിട്ടും എന്റെ ജീവിതത്തിലും ചെയ്തിട്ടുണ്ടാകും, സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഭൗതിക താല്പര്യങ്ങളോ ഭൗതിക നേട്ടങ്ങളോ ആഗ്രഹിച്ചുകൊണ്ടാകരുത്. ഒരു കള്ളു കുടിക്കുന്ന, ഒരു പലിശക്ക് കൊടുക്കുന്ന, സംസ്കാരമില്ലാതെ സംസാരിക്കുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടുകാരെങ്കിൽ സ്വാഭാവികമാണ് ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ രീതികളും അവരുടെ സംസാര രീതികളും അവരുടെ സ്വഭാവവും നമ്മുടെ ജീവിതത്തിലേക്കും സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. ഒരു സഹോദരൻ പറഞ്ഞ ഒരു അനുഭവമുണ്ട്. അദ്ദേഹം ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കാൻ പോണ ആളാണ്. ഒരിക്കലും ഒരു ക്യാമ്പസിൽ പോയി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം വിദ്യാർത്ഥികളോട് ചോദിച്ചു, ലഹരി ഒരിക്കലെങ്കിലും ആസ്വദിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളൊന്ന് കൈപൊക്കുക എന്ന് പറഞ്ഞു. മുമ്പിലിരിക്കണതൊക്കെ മുസ്ലിം പാപ്പാന്റെയും ഉമ്മാന്റെയും മക്കളാട്ടോ. ആ അധ്യാപകൻ ചോദിച്ചു, ലഹരി ഒരിക്കലെങ്കിലും ആസ്വദിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ കൈപൊക്കുക. ആ അധ്യാപകൻ പറയാണ്, പിന്നെ ആ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ കുട്ടികളും കൈപൊക്കി എന്നുള്ളതാണ്. ആ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ കുട്ടികൾ, അവർക്കൊക്കെ ആഗ്രഹമുണ്ട് ഉള്ളിൽ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ ആഗ്രഹം എപ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുക എന്നറിയോ? അവന് ആ സ്വഭാവമുള്ള ഒരു കൂട്ടുകാരനെ കിട്ടിയാൽ, ആ കൂട്ടുകാരൻ അവന്റെ അരികിലേക്ക് വന്നാൽ, ഇതേ സ്വഭാവമുള്ള ഈ ലഹരിക്ക് ഉപയോഗിക്കുന്ന ഒരു കൂട്ടുകാരൻ അവനിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും അവന്റെ അതേ സ്വഭാവം ഇവന്റെ ജീവിതത്തിലേക്കും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം ഒരാളെ കൂട്ടുകാരനായി സ്വീകരിക്കുമ്പോൾ അവന്റെ ഭൗതിക നേട്ടങ്ങളോ ഭൗതിക വിഭവങ്ങളോ നോക്കി നാം സ്വീകരിക്കരുത്. ഈ ഇസ്ലാമിന്റെ ഈമാനിന്റെ ഭദ്രതയാകണം നമ്മുടെ പിന്നെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കേണ്ടതിന്റെ മാനദണ്ഡമായി നാം സ്വീകരിക്കേണ്ടത്. നല്ല കൂട്ടുകാരെ കൂടെ കൂടണം എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ മാത്രം നല്ലവരായ പോരാ, നമ്മുടെ കൂടെ കൂടുന്ന ആളുകളും നല്ലവരാകണം. നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ട്, പടച്ചോനെ പേടിക്കുന്നുണ്ട്,
അതേപോലെ തന്നെ ഇസ്ലാമിക അധ്യാപനങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി, പൂർണ്ണ രൂപത്തിലില്ലെങ്കിലും കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ മാത്രം പോരാ. നമ്മുടെ കൂടെയുള്ള ആളുകൾ, ഞാൻ അതൊന്നും നോക്കാറില്ല. എൻ്റെ കൂട്ടുകാരൻ അവനെന്തോ ആയിക്കോട്ടെ, അവന് ചിലപ്പോൾ ഇത്തരത്തിൽ ഈ വിഷയങ്ങളോട് താല്പര്യം ഉണ്ടാകൂല, നിസ്കാരം ഉണ്ടാകൂല, അവൻ ചിലപ്പോൾ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടാകും, അത് അവന്റെ സംസ്കാരം. എന്നാലും ഞാൻ അവനെ കൂടെ കൂട്ടാറുണ്ട് എന്നുള്ളതാണ്. അത് ശരിയല്ല. ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ചത് എന്താ? വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ 119 ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂനു മഅസ്സാദിഖീൻ. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, സത്യവാന്മാരുടെ കൂട്ടത്തിലായിരിക്കുകയും നിങ്ങൾ ചെയ്യുക. ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകളായ ആളുകൾ പറയാണ്, ഒരു വിശ്വാസി സത്യസന്ധനായാൽ മാത്രം പോരാ, അവന്റെ കൂടെ കൂടുന്ന ആളുകളും അതേ രൂപത്തിലുള്ള ആളുകളായി മാറണമെന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉപമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, മസലുൽ ജലീസി സ്വാലിഹി വസൗലിക ഹാമിലിൽ മിസ്കി വനാഫിഖിൽ ഖീർ. അഥവാ തന്റെ കൂടെ ഇരിക്കുന്ന നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉപമ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എങ്ങനെയാണ്? നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ കസ്തൂരി വഹിക്കുന്നവനെ പോലെയാണ്, ചീത്ത കൂട്ടുകാരൻ എന്ന് പറഞ്ഞാലോ ഉലയിൽ ഊതുന്നവനെ പോലെയാണെന്നുള്ളതാണ്. നല്ല കൂട്ടുകാരന്റെ പ്രത്യേകതയായിട്ട് നോക്കി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏത് രൂപത്തിലാണ്? ഒരു കസ്തൂരി വഹിക്കുന്ന ഒരു വ്യക്തിയെ പോലെ, അല്ലെങ്കിൽ ഒരു അത്തർ കച്ചവടക്കാരനെ പോലെ. എന്താണ് അത്തർ കച്ചവടക്കാരന്റെ പ്രത്യേകത? ഒന്നല്ലെങ്കിൽ നമ്മൾ അത്തർ വിൽക്കുന്ന ഒരാളുടെ, ഇപ്പം നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അത്തർ വിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് സാമ്പിൾ നോക്കാനും ചിലപ്പോൾ നമ്മുടെ കയ്യിലോ നമ്മുടെ വസ്ത്രത്തിലേക്കോ ഒന്ന് അയാൾ എന്ത് ചെയ്യും, ഒന്ന് പുരട്ടി തരും. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, പണം കൊടുത്തിട്ട് ആ സുഗന്ധം നമുക്ക് വാങ്ങാം. ഇനി അതൊന്നും ചെയ്തിട്ടില്ല, അയാൾ നമ്മുടെ ശരീരത്തിൽ പുരട്ടിയിട്ടില്ലെങ്കിൽ പോലും അയാളുടെ അടുത്ത് നിൽക്കുമ്പോൾ എന്തുണ്ട്, ഒരു നല്ല സുഗന്ധം നമുക്ക് ആസ്വദിക്കാനെങ്കിലും കഴിയുന്നുണ്ട്. അതാണ് നല്ല കൂട്ടുകാരന്റെ ഉപമ. എന്നാൽ ചീത്ത കൂട്ടുകാരനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് ഉലയിൽ ഊതുന്നവനെ പോലെയാണെന്നുള്ളതാണ്. എന്താ ഉലയിൽ ഊതുന്നവന്റെ പ്രത്യേകത? ഉലയിൽ ഊതുന്നവന്റെ അരികിലിരുന്നാൽ കരിയും പുകയായിരിക്കും നമുക്ക് ഉണ്ടാകുക. ഒരു പക്ഷേ തീപ്പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. ആ തീപ്പൊള്ളലേൽക്കുന്ന സമയത്ത് അയാളുടെ വസ്ത്രങ്ങളിൽ ദ്വാരം വീഴാൻ സാധ്യതയുണ്ട്. ഇനി ഇതൊന്നും ഉണ്ടായിട്ടില്ല, പുക വന്നിട്ടില്ല, അല്ലെങ്കിൽ തീപ്പൊള്ളലേറ്റിട്ട് നമ്മുടെ വസ്ത്രം കരിഞ്ഞു പോയിട്ടില്ല, ഒന്നുമില്ലെങ്കിലും ആ ഉലയിൽ ഊതുന്നവന്റെ അരികിൽ നിൽക്കുമ്പോൾ ആ ഒരു ദുർഗന്ധം ഉണ്ടല്ലോ, അതെങ്കിലും അനുഭവിക്കൂലേ? അതാണ് ചീത്ത കൂട്ടുകാരന്റെ ഉപമയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ പണ്ഡിതന്മാർ പറയുന്ന വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട്, കൂട്ടുകാർ 3 രൂപത്തിലാണ്. ലോകത്തുള്ള ഏത് കൂട്ടുകാരെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിലും 3 രൂപത്തിലുണ്ട്. ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ വായുവിനെ പോലെ എന്നുള്ളതാണ്. രണ്ടാമത് മരുന്നിനെ പോലെ. 3 പറഞ്ഞു രോഗത്തെ പോലെ. എന്താ ഒന്നാമത് പറഞ്ഞത്? വായുവിനെ പോലെ. നമുക്ക് വായു ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ചില കൂട്ടുകാരുണ്ടാകും. അവരെപ്പോഴും നമ്മുടെ കൂടെ വേണം. അവർ നമുക്കെപ്പോഴും നന്മകൾ മാത്രമായിരിക്കും അവരോട് മൂലം നമുക്ക് ലഭിക്കുന്നത്. ഒരു ചീത്ത കാര്യങ്ങളും അവരിൽ നമ്മൾ കേൾക്കാറില്ല. അങ്ങനെ വായുവിനെ പോലെ ചില കൂട്ടുകാരുണ്ട്. രണ്ടാമത് പറയാണ് മരുന്ന് പോലെ. മരുന്നിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ സമയത്തും ഒരാൾ മരുന്ന് കുടിക്കൂല, രോഗം വരുമ്പോഴേ മരുന്ന് കുടിക്കുള്ളൂ. അങ്ങനത്തെ ചില സന്ദർഭങ്ങളിൽ മാത്രം വേണ്ടി വരുന്ന ചില കൂട്ടുകാരുണ്ട്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ രോഗത്തെ പോലെയാണ്. ഞാനിതിങ്ങനെ പറയുന്ന സമയത്ത് ഒരു സ്ക്രീനിൽ എന്ന രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെന്ന് ഇങ്ങനെ മനസ്സിൽ കണ്ടു നോക്കുകയാണ്. ഒരുപാട് പറയുന്ന എനിക്കും കേൾക്കും നിങ്ങൾക്കൊക്കെ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്, ഒരുപാട് കൂട്ടുകാരുണ്ട്. ഇതിൽ വായുവിനെ പോലെ എത്ര കൂട്ടുകാരുണ്ട്? വളരെ കുറച്ചായിരിക്കും. അതേപോലെ തന്നെ മരുന്ന് പോലെ എത്ര കൂട്ടുകാരുണ്ട്? രോഗത്തെ പോലെ അവർ വന്നാൽ ദുർഗന്ധം മാത്രമായിരിക്കും. അതവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധമല്ല, അവരുടെ മനസ്സിൽ നിന്നും നാവുന്നും വരുന്നത് വെറും ഈ രൂപത്തിലുള്ള മോശമായ കാര്യങ്ങൾ മാത്രമായിരിക്കും. നമ്മുടെ ചിന്തകൾ ഒക്കെ അവരുടെ സംസാരത്തിൽ സ്വാധീനിക്കും എന്നുള്ളതാണ്. സാന്ദർഭികമായി കാര്യം സൂചിപ്പിക്കണം. പിന്നെ അതിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പല ആളുകളെയും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കണ്ടു. എന്നാൽ മറ്റു ചിലർക്ക് നമ്മളും കൂട്ടുകാരനാണ്. അവരുടെ കണ്ണിൽ ഈ 3 രൂപത്തിൽ നമ്മൾ ഏത് രൂപത്തിലാണ്? ഇപ്പൊ ഞാൻ മറ്റുള്ള പല ആളുകൾക്കും കൂട്ടുകാരനാണ്. അവരുടെ കണ്ണിൽ ഒരു കൂട്ടുകാരനായി എന്നെ കാണുമ്പോൾ ഈ 3 രൂപത്തിൽ ഏത് രൂപത്തിലാണ് അവരെന്നെ കാണുന്നത്? ഒരു വായുവിനെ പോലെയാണോ?
അതല്ല ഒരു മരുന്ന് പോലെയാണോ, ഒരു രോഗത്തെ പോലെയാണോ എന്നുള്ളത് നാം വളരെ ഗൗരവത്തിലാണ് ആലോചിക്കേണ്ടത്. മറ്റുള്ളത് ആളുകളെ മാത്രം നോക്കിയാൽ പോരാ, അവരുടെ കണ്ണിലൂടെ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ഏത് രൂപത്തിലാണ് എന്നുള്ളത് കൂടി ചിന്തിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹത്തിന്റെ മകന് കൊടുക്കുന്ന വളരെ മനോഹരമായ ഒരുപാട് ഉപദേശങ്ങളുണ്ട്. അതിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു ഉപദേശമാണ് യാ ബുനയ്യ മയ്യസ്ഹബ് സാഹിബ സൂഇ ലാ യസ്ലം. മോനെ, ആര് ചീത്ത കൂട്ടുകാരന്റെ കൂടെ കൂടുന്നുവോ അവൻ രക്ഷപ്പെടൂല. ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹത്തിന്റെ മകന് കൊടുത്ത ഉപദേശമാണ്. ഒരു മോശപ്പെട്ട കൂട്ടുകാരന്റെ കൂടെ ഒരാൾ കൂടുന്നുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടൂല. എന്നാൽ അദ്ദേഹം അതിനോട് ചേർത്തി പറഞ്ഞു, സ്വാലിഹായ നല്ല ഒരു കൂട്ടുകാരന്റെ കൂടെ കൂടുന്നുണ്ടെങ്കിൽ അവൻ ഐശ്വര്യമുള്ളവനായി മാറുമെന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, ലാ തുസാഹിബ ഇല്ലാ മുഅ്മിന. സത്യവിശ്വാസിയായ ആളുകളോടെ അല്ലാതെ നീ കൂട്ടുകൂടാൻ പാടില്ല. നമ്മൾ കൂട്ടുകൂടേണ്ടത് ആരോടാണ്? സത്യവിശ്വാസികളായ ആളുകളുമായി കൊണ്ടാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഒരുപാട് സൗഹൃദങ്ങളുണ്ടെങ്കിലും ഒരുപാട് കൂട്ടുകാരുണ്ടെങ്കിലൊക്കെ നാളെ പരലോകത്ത് ചിലപ്പോൾ ഈ കൂട്ടുകാരൊക്കെ ശത്രുക്കളായിക്കൊണ്ട് മാറും എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് സുഹ്റൂഫിന്റെ 67-ാമത്തെ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കാണ്, അല്ലാഹില്ലാഹു യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ലിൽ മുത്തഖീൻ. സുഹൃത്തുക്കൾ ആ ദിവസം, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, ആ ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശം ഖിയാമത്ത് നാള്. അല്ലാഹുവിന്റെ പരലോക ദിവസത്തിൽ സുഹൃത്തുക്കൾ ആ ദിവസം അന്യോന്യം ശത്രുക്കളായിരിക്കും എന്നുള്ളതാണ്. ഇവിടുന്ന് വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആളുകളാണ്, പക്ഷെ നാളെ പരലോകത്തെത്തുന്ന സമയത്ത് അവർ ശത്രുക്കളെ പോലെ മാറുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി നമ്മളെ പഠിപ്പിക്കുകയാണ്. തന്റെ കൂട്ടുകാരനെ സ്വീകരിച്ചതിന്റെ പേരിൽ നാളെ പരലോകത്ത് വിലപിക്കുന്ന ഒരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട നേതാവായിരുന്നു ഉഖബത്ത് ബിൻ അബി മുഈദ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കാരത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അയാൾ വീണ്ടും വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കാരത്തിന് വേണ്ടി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന് ഞാൻ വാദിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നുണ്ട്, ദഅവത്ത് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ അത് മനസ്സിലാക്കുന്നുണ്ട്. ഉഖബ, നീ എന്താണത് സ്വീകരിക്കാത്തത്? നീ എന്താണത് മനസ്സിലാക്കാത്തത്? അതുകൊണ്ട് ഇനി നീ തൗഹീദ് സ്വീകരിച്ചാലല്ലാതെ, നീ ഇസ്ലാം മതത്തിലേക്ക് വന്നാലല്ലാതെ നിന്റെ സൽക്കാരം ഞാൻ എന്ത് ചെയ്യില്ല, സ്വീകരിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖബയോട് പറഞ്ഞു. അപ്പോൾ ഉഖബ പറഞ്ഞു, എങ്കിൽ നബിയെ ഞാൻ എന്ത് ചെയ്യാം, ഇസ്ലാം സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ആ വ്യക്തി കലിമത്തു ഷഹാദ ചൊല്ലി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ സന്തോഷം ഉണ്ടായി. പ്രവാചകൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ഈ സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്ത് ചെയ്തു, ഈ ഉഖബയുടെ കൂട്ടുകാരനാണ് ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന വ്യക്തി. ഈ ഉഖബ ഉബയ്യ് ഇബ്നു ഖലഫിനെ കണ്ടപ്പോൾ ഉബയ്യ് ചോദിച്ചു, നീ മതം മാറിയില്ലേ ഉഖബ? ഈ നമ്മുടെ കാക്കക്കാരണവന്മാർ സ്വീകരിച്ചു വന്ന ആദർശം വിട്ട് മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്തൻ ആദർശം സ്വീകരിച്ചില്ലേ ഉഖബ എന്ന് ആര് ചോദിക്കാണ്? ഉബയ്യ ചോദിക്കാണ്. അപ്പൊ ഉബയ്യ ഇത് ചോദിച്ച സമയത്ത് ഉഖബ പറയാണ്, ഇല്ല ഉഖബയ്യ, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, മതമൊന്നും മാറിയിട്ടില്ല. ഞാൻ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ സൽക്കാരത്തിന് ക്ഷണിച്ചു, അദ്ദേഹം ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചാലേ വരുള്ളൂ എന്ന നിബന്ധന വെച്ചു. അപ്പൊ അദ്ദേഹം സൽക്കാരത്തിന് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തതാണ്, ഞാൻ പിന്നെ ഇസ്ലാം സ്വീകരിച്ച വാക്ക് പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഞാൻ മുസ്ലിം ആയിട്ടില്ല. അപ്പോൾ ഉബയ്യ് പറയാണ്, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, നീ ഇപ്പോൾ നേരെ മുഹമ്മദ് നബിൻ്റെ അരികിലേക്ക് ചെല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിരടിയിൽ ചവിട്ടണം. എങ്കിലേ നമ്മുടെ പിന്നെ സൗഹൃദം ഇനി മുന്നോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ അവസാനിപ്പിക്കും. കൂട്ടുകാരന്റെ പ്രീതിക്ക് വേണ്ടി, അവനെ പിണക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ് ഉബയ്യ് പറഞ്ഞ പോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നു. പ്രവാചകന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിരടിയിൽ ചവിട്ടുകയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം തൊട്ട് മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ചു പോയ ഒരാളാണ്. ചില ചരിത്രകാരന്മാരായ ആളുകൾ പറയാണ്,
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരികപരമായി ഉണ്ടായ വേദനയേക്കാൾ കൂടുതൽ വേദന ഉണ്ടായത് മാനസികപരമായ വേദനയാണ്. കാരണം തൊട്ടു മുമ്പ് വന്ന് കലിമത്തു ഷഹാദ ചൊല്ലി തിരിച്ചു പോയ വ്യക്തി അള്ളാഹിന്റെ റസൂലിന്റെ മുഖത്തേക്ക് കാർപ്പിച്ചു തുപ്പി പിരടിയിലേക്ക് ചവിട്ടുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ വിഷമുണ്ടായി. അപ്പോഴാണ് സൂറത്ത് ഫുർഖാനിലെ 27, 28 ആയത്തുകൾ ഇറങ്ങുന്നത്. അഥവാ അക്രമം ചെയ്തവൻ തന്റെ കൈകൾ കടിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അള്ളാഹു പറയാണ്. അള്ളാഹു ആയത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് 28ാമത്തെ ആയത്തിൽ പറയാണ്, ആ വിലപിക്കുന്ന ആളുകൾ നാളെ പരലോകത്ത് പറയാൻ പോകുന്ന വാക്കാണ്, എന്റെ കഷ്ടമേ, ഈ കൂട്ടുകാരനെ ഇന്നാലിന്റെ വ്യക്തിയെ ഞാൻ എൻ്റെ സുഹൃത്തായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവർ വിലപിക്കും. അങ്ങനൊരു ദിവസം വരാനുണ്ട്. ആ ആയത്തിന്റെ സബബ് നുസൂല് ഈ വിഷയമാണ് എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു കൂട്ടുകെട്ടിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനെ സ്മരിക്കാത്ത ഒരു കൂട്ടായ്മയിലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജലസ ഖൗമുൻ മജ്ലിസൻ ലം യദ്കുറുല്ലാഹ ഫീഹി വലം യുസല്ലു അലാ നബിയിഹിം ഇല്ലാ കാന അലൈഹിം തിറത്തുൻ. അള്ളാഹുവിനെ ഓർക്കാത്ത ഏതെങ്കിലും ഒരു സദസ്സിൽ നീ ഇരുന്നു പോയാൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലാത്ത ഒരു സദസ്സിൽ നീ ഇരുന്നു പോയാൽ അത് അവർക്ക് നഷ്ടമാകാതിരിക്കില്ല എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് അവർക്കൊരു മോശമാണ്. അള്ളാഹുവിനെ പറയാത്തൊരു സദസ്സ്, അള്ളാഹുവിനെ സ്മരിക്കാത്തൊരു സദസ്സ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തൊരു സദസ്സ് ഉണ്ടെങ്കിൽ അത് അവർക്കുള്ളൊരു മോശമാണ്. അതവർക്ക് നഷ്ടമല്ലാതെ വേറൊന്നും അതുമൂലം ഉണ്ടാകാൻ പോണില്ല എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇത് ആ ഹദീസ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? പ്രവാചകൻ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഫഇൻ ശാഅ അഅ്തബഹും വഇൻ ശാഅ ഗഫറ ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അവരെ ശിക്ഷിക്കും, അള്ളാഹു ഉദ്ദേശിച്ചാലോ ചിലപ്പോൾ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ദീനിനെ പരിഹസിക്കുന്ന കൂട്ടായ്മകളോ സൗഹൃദങ്ങളോ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത്തരം കൂട്ടുകെട്ടിൽ നാം പോയിരിക്കാൻ പാടില്ല. മഹാനായ ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹത്തിന്റെ മകന് കൊടുക്കുന്ന ഉപദേശമാണ്, മോനെ അങ്ങനെയുള്ള സദസ്സിൽ നീ പോയിരിക്കാൻ പാടില്ല. ചിലപ്പോ അള്ളാഹുവിന്റെ ശിക്ഷ ആ സമയത്തായിരിക്കും ഇറങ്ങുന്നത്. ആ സമയത്ത് ചിലപ്പോൾ നീയും ആ കൂട്ടുകെട്ടിലുണ്ടാകും. നിന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല, അള്ളാഹുവിനെയോ ദീനിനെയോ പരിഹസിക്കുന്ന ഒരു സ്വഭാവം നിന്റെ മനസ്സിലൊന്നുമില്ല, അല്ലെങ്കിൽ നീ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹുവിനെ പരിഹസിക്കുന്ന സമയത്ത് ചിലപ്പോൾ അള്ളാഹുവിന്റെ അദാബെങ്ങാനും ശിക്ഷ എങ്ങാനും ഇറങ്ങുകയാണെങ്കിൽ നീയും ആ കൂട്ടത്തിൽ ചിലപ്പോൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകളെ കളിയാക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ കളിയാക്കുന്ന ഇസ്ലാമിക പ്രമാണങ്ങൾ അത് തമാശക്കായിരിക്കും. 4 കൂട്ടുകാർ കൂടിയിരിക്കുന്ന സമയത്ത് ഒരു തമാശക്ക് വേണ്ടി എല്ലാവരെയും ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു വാക്കാക്കാം. പക്ഷെ അത് അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഹദീസിനോടുള്ള പരിഹാസമാണെങ്കിൽ അത് വളരെ ഗൗരവത്തിലാണ് ഒരു വിശ്വാസി കാണേണ്ടത് എന്നുള്ളതാണ്. ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹത്തിന്റെ മകന് കൊടുത്ത ഉപദേശമാണ്, യാ ബുനയ്യ ഇഖ്തരിൽ മജാലിസ് അലൈനിക ഫലാ റഅയ്ത ഖൗമൻ യദ്കുറൂന അല്ലാഹ അസ്സ വജല്ല ഫജ്ലിസ് മഅഹും. മോനെ, നീ ചെന്നിരിക്കുന്ന സദസ്സ് വരെ നീ തെരഞ്ഞെടുക്കണം. അള്ളാഹുവിനെ സ്മരിക്കാത്ത, അള്ളാഹുവിനെ അള്ളാഹുവിന്റെ വിഷയവുമായി സംസാരിക്കാത്ത സദസ്സിൽ നീ ഇരിക്കാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന സദസ്സിൽ നീ പോയിരിക്കണം. അങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ നിനക്ക് ഉണ്ടാകണം. അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാത്ത സദസ്സിൽ നീ പോയിരിക്കരുത് എന്ന് ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹത്തിന്റെ മകന് കൊടുത്ത ഉപദേശങ്ങളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നാം ഏറ്റവും ഗൗരവത്തിൽ ആലോചിക്കേണ്ടത് അള്ളാഹുവിന്റെ ചിന്തയിൽ നിന്ന് നമ്മൾ അകറ്റുന്ന സദസ്സുകളോ സൗഹൃദങ്ങളോ കൂട്ടായ്മകളോ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതെന്തോ ആയിക്കോട്ടെ, വാട്സപ്പ് ഗ്രൂപ്പ് ആകട്ടെ, അതല്ലെങ്കിൽ 4 ആൾ കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ എപ്പോഴും ഈ രൂപത്തിൽ ദീനിന്റെ ഒരു ചർച്ച വരൂല. അവരിൽ ഭൗതികപരമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമായിരിക്കും. അതല്ലെങ്കിൽ ഇന്നാലിന്നാളുടെ കുറ്റം, മറ്റാളുടെ കുറ്റം, ഈ രൂപത്തിലുള്ള സംസാരങ്ങൾ മാത്രമാണെങ്കിൽ പരമാവധി അത്തരം സദസ്സുകളിൽ നിന്ന് ഒരു വിശ്വാസി വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. നാം ഒരു കൂട്ടുകാരനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനോട് ചെയ്യേണ്ട 2 കടമകളാണുള്ളത്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാണ്. ഒന്നാമതായി ചെയ്യേണ്ടത്, നാം അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു കൂട്ടുകാരനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനോട് ആ ഇഷ്ടം പറയണം, ആ സ്നേഹം പറയണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നബിയും ആ സ്വഹാബി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ അതിന്റെ മുമ്പിലൂടെ ഇങ്ങനെ നടന്നുപോയി. അപ്പൊ ആ വ്യക്തി പറയാണ്, ഫഖാല റജുലു, ആ വ്യക്തി പറയാണ്, വല്ലാഹി യാ റസൂലല്ലാഹ് ഇന്നി ലാ ഉഹിബ്ബു ഹാദാ ഫില്ലാഹ്, നബിയെ ഇന്നാലിന്റെ വ്യക്തിയെ അല്ലാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കാണ്, അഖ്ബർതഹു ബിദാലിക, നിനക്ക് അവന് ഇഷ്ടമുള്ള കാര്യം നീ അവനോട് പറഞ്ഞിട്ടുണ്ടോ? സ്വഹാബി പറഞ്ഞു, ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖും, നീ എണീക്ക്, എന്നിട്ട് നീ അവനോട് പോയിട്ട് പറയേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് നീ അവനോട് പറയേ. ആ സ്വഹാബി പോയി പറഞ്ഞു എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ് എന്ന് പറഞ്ഞത് ഒരൊറ്റ സ്വഹാബിനോട് മാത്രമാണ്. ആ സ്വഹാബിന്റെ പേര് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുആദേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ് നിസ്കാരത്തിന്റെ അവസാനത്തിൽ നീ ചൊല്ലണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്നുള്ള ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആദ്യം ഇത് പറഞ്ഞിട്ടാണ്. അബൂ സഈദിൽ ഖുദരി, അബൂ ഇദ്രീസ് അൽ ഖൗലാനി റഹ്മഹുല്ലാഹ് അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ്, പക്ഷെ സ്വഹാബിയല്ല, താബിയാണ്. അതിന്റെ കാരണം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി മദീനയിലേക്ക് വന്നു. അദ്ദേഹം മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. അതുകൊണ്ട് സ്വഹാബിയുടെ ഗണത്തിലല്ല, താബിഈങ്ങളുടെ ഗണത്തിലാണ് അദ്ദേഹത്തെ എണ്ണാറുള്ളത്. അദ്ദേഹം പറയാണ്, ദഖൽതു മസ്ജിദ ദിമശ്കി ബിശാം, ഷാമിലുള്ള ദിമശ്കിലെ പള്ളിയിൽ ഞാൻ പോയി. ആ പള്ളിയിൽ ഞാൻ പ്രവേശിച്ചപ്പോൾ ഞാനൊരു യുവാവിനെ കണ്ടു. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ, മുഖപ്രസന്നതയുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള ചിരിയാണ് അദ്ദേഹത്തിൻ്റെത്. ആളുകൾ മുഴുവനും ആ വ്യക്തിന്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ വ്യക്തി നിശബ്ദനായിരിക്കുകയാണ്. ആളുകൾ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. ആ സദസ്സിൽ ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, ഇഖ്തിലാഫ് ഉണ്ടായാൽ എന്ത് ചെയ്യും? അവര് ആ വിഷയത്തിൽ ഒരു ശാശ്വതമായിട്ടുള്ള ഉത്തരം കിട്ടാൻ വേണ്ടി ഈ യുവാവിന്റെ അരികിൽ വന്ന് ചോദിക്കും. എനിക്ക് വലിയ അത്ഭുതമായി. കാരണം വലിയ പ്രായം ചെന്ന ആളുകളും ഈ യുവാവിന്റെ അരികിലേക്കാണ് വരുന്നത്. ഞാൻ അയാളുടെ അരികിലേക്ക് ചെന്നു. എന്റെ മറ്റുള്ളൊരു സഹോദരനോട് ചോദിച്ചു, ഞാൻ അയാളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഫഖീല എന്നോട് പറഞ്ഞു, ഹാദാ മുആദ് ബിൻ ജബൽ, ഇത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് അദ്ദേഹം ഷാമിലെ ദിമശ്കിലെ പള്ളിയിലാണ് പിന്നീട് താമസിക്കുന്നത്. ഈ അബൂ ഇദ്രീസ് ഖൗലാനി റളിയല്ലാഹു റഹ്മഹുല്ലാഹ് പറയാണ്, പിറ്റേന്ന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ അന്ന് അദ്ദേഹത്തോട് സംസാരിച്ചില്ല. പിറ്റേന്ന് ഞാൻ നേരത്തെ പള്ളിയിൽ പോയി. പള്ളിയിൽ ഞാൻ പോയി. ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പള്ളിയിലുണ്ട്. അദ്ദേഹം നിസ്കരിക്കുകയാണ്. അപ്പോൾ ഞാൻ പള്ളിയിൽ നോക്കിയപ്പോൾ വേറെ ആരും അവിടെ ഇല്ല. അദ്ദേഹത്തിന്റെ നിസ്കാരം കഴിയുന്നത് വരെ ഞാൻ കാത്തു നിന്നു. അദ്ദേഹത്തിന്റെ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഫസല്ലംതു അലൈഹി, ഞാൻ അദ്ദേഹത്തോട് പോയി സലാം പറഞ്ഞു. സലാം പറഞ്ഞിട്ട് ഫഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക ലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ മുആദ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഇത് പറഞ്ഞ സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കണം, അല്ലാഹു തന്നെയാണ് സത്യം, നിനക്ക് എന്നെ ഇഷ്ടമാണോ? അപ്പോൾ അബൂ ഇദ്രീസ് അൽ ഖൗലാനി പറയാണ്, അതെ, അള്ളാഹിന്റെ മാർഗത്തിൽ എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്. വീണ്ടും മുആദ് ചോദിച്ചു, അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? അപ്പോൾ വീണ്ടും പറഞ്ഞു, അള്ളാഹിന്റെ മാർഗത്തിൽ മുആദ് എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തൊരു ഹദീസാണ്, അബ്ശിർ, എങ്കിൽ നീ സന്തോഷിക്കുക. അബൂ ഇദ്രീസ് ഖൗലാനി, എങ്കിൽ നീ സന്തോഷിക്കുക. ഫഇന്നി സമഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വജബത്ത് മഹബ്ബതി ലിൽ മുതഹാബീന ഫിയ വൽ മുതജാലിസീന ഫിയ വൽ മുതസാബിരീന ഫിയ വൽ മുതബാദിലീന ഫിയ. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ വാക്കാണ്, അഥവാ ഖുദ്സിയായ ഹദീസാണ്. എന്താ ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ? മാ റവാഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ റബ്ബിഹി ഗൈറൽ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു എന്ന് പറഞ്ഞ വാക്കാണ്, ഖുർആൻ അല്ലാത്ത വാക്ക്. അതാണ് ഖുദ്സിയായ ഹദീസ്. അല്ലാഹു പറഞ്ഞ അതേ ലഫ്ദ്, അതേ പദങ്ങൾ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, എന്റെ സ്നേഹം നിർബന്ധമാണ്, എന്റെ സ്നേഹം വജബത്ത് മഹബ്ബത്തി, എന്റെ സ്നേഹം നിർബന്ധമാണ്. തീർച്ചയായും അല്ലാഹുവിന്റെ സ്നേഹം കിട്ടും. ആർക്കാണ്? പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾക്ക്. അതേപോലെ തന്നെ പരസ്പരം കൂടിയിരിക്കുന്ന ആളുകൾക്ക്, പരസ്പരം സന്ദർശിക്കുന്ന ആളുകൾക്ക്, പരസ്പരം ചെലവഴിക്കുന്ന ആളുകൾക്ക് അവർക്ക് സ്നേഹം നിർബന്ധമാണ്. ഇവിടെ നോക്കി,
പിന്നെ മുഹദ്ദിസുകൾ ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ പറഞ്ഞൊരു പ്രത്യേകപ്പെട്ട വാക്ക് എന്താണെന്നറിയോ? വജബത്ത് മഹബ്ബതി ലിൽ മുതഹബ്ബീന ഫിയ്യ. ഫിയ്യ എന്നാണ് അല്ലാഹു പറഞ്ഞത്. എൻ്റെ മാർഗത്തിൽ, എൻ്റെ വിഷയത്തിൽ. വേറെ എന്തെങ്കിലും ഭൗതിക താല്പര്യം വെച്ചിട്ട് പരസ്പരം സ്നേഹിക്കല്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ പരസ്പരം രണ്ടാളുകൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം നിർബന്ധമായി എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കൂട്ടുകാരുണ്ട്. നമ്മൾ ആ കൂട്ടുകാരനോട് ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അതൊരു കുറച്ചിലൊന്നല്ല, അത് പറയാനൊരു മടിയും വേണ്ട. കാരണം ഇത് നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അങ്ങേയറ്റം സ്നേഹിച്ച രണ്ട് സഹോദരന്മാരുടെ, രണ്ട് കൂട്ടുകാരുടെ മനോഹരമായ ഒരു കഥയുണ്ട്. കൂഫയിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരായിരുന്നു അബുൽ ഹസൻ അലി അർ-റിബാത്തിയും അബ്ദുല്ലാഹിബിൻ അബ്ദുല്ലാ അർ-റാസിയും. ഒരിക്കൽ ഇമാം റാസി എന്ന് പറയുന്ന അബ്ദുല്ലാഹിബിൻ അബ്ദുല്ലാ റാസി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ അദ്ദേഹം യാത്ര പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ അബുൽ ഹസൻ അലി അർ-റിബാത്തി അദ്ദേഹത്തിന്റെ കൂടെ വന്നിട്ട് പറഞ്ഞു, ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട്, എന്നെയും നിങ്ങളുടെ യാത്രയിൽ കൂടെ കൂട്ടണം. അപ്പൊ റാസി ചോദിക്കാണ്, അൻത അമീർ അം അന? നീയാണോ അമീർ അതല്ല ഞാനാണോ അമീർ? യാത്രയിൽ ഒരു അമീർ വേണ്ടേ? അപ്പൊ റിബാത്തി പറഞ്ഞു, നിങ്ങൾ തന്നെ അമീർ ആയാൽ മതി. അപ്പൊ അവർ യാത്ര തുടർന്നു. യാത്ര തുടർന്ന സമയത്ത് റാസി പറഞ്ഞു, ഞാനാണ് അമീറെങ്കിൽ, ഞാനാണ് യാത്രയിൽ അമീറെങ്കിൽ ഞാൻ പറയുന്നത് മുഴുവനും കേൾക്കണം, ഞാൻ പറയുന്നത് മുഴുവൻ അനുസരിക്കണം. ഞാൻ എന്ത് പറഞ്ഞാലും എതിര് പറയാൻ പാടില്ല. ശരി, അവരെ സംബന്ധിച്ച് യാത്ര ആരംഭിച്ചു. യാത്രയിൽ സ്വാഭാവികമാണ്, രണ്ടുപേർക്കും ലഗേജ് ഉണ്ടാകും, യാത്രാസഞ്ചി ഉണ്ടാകും. അത് രണ്ടും വഹിക്കുന്നത് റാസിയാണ്. അമീറാണ് 2 സെഞ്ചി എടുത്തത്. അപ്പൊ റിബാത്തി പറയാണ്, അല്ല പിന്നെ എന്റെ സെഞ്ചി ഞാൻ എടുത്തോളാം, നിങ്ങൾ അമീറല്ലേ, ഞാൻ എന്റെ സെഞ്ചി എടുത്തോളാം. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് അമീർ, എന്റെ വാക്ക് കേൾക്കണം, എന്റെ വാക്ക് അനുസരിക്കണം, നീ അത് അനുസരിച്ച് പിന്നാലെ വന്നാൽ മതി. അങ്ങനെ 2 ലഗേജ് എടുത്തിട്ട് എന്ത് ചെയ്തു? റാസി നടന്നു. പിന്നെ വീണ്ടും കാണാൻ കഴിയും, കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവർക്ക് 2 പേർക്കും ഭക്ഷണം കഴിക്കണം. ഭക്ഷണം ഉണ്ടാക്കണത് ആരാ? അതും അമീറാണ്. അപ്പോഴും റിബാത്തി വന്നിട്ട് പറയാണ്, അല്ല ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കോളാം, അല്ല ഞാനാണ് അമീർ, എൻ്റെ വാക്ക് നീ കേൾക്കണം, അതനുസരിക്കണം. മൂന്നാമത് പിന്നെ അവർ കുറച്ച് യാത്ര തുടർന്നപ്പോൾ യാത്ര ശക്തമായിക്കൊണ്ട് മഴ പെയ്തു. അപ്പോൾ റാസി എന്ത് ചെയ്തു? ഒരു പുതപ്പ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ തലയിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് റിബാത്തിയോട് പറയാണ്, ഇതിൻ്റെ താഴെ വന്നിരിക്കുക എന്ന് പറഞ്ഞു. അഥവാ അമീർ തലയിലൂടെ ഇട്ടിട്ട്, അമീർ എന്ന് പറഞ്ഞാൽ അവര് പരസ്പരം കൂട്ടുകാരാട്ടോ, പരസ്പരം കൂട്ടുകാരാണ്. കൂഫയിലെ അറിയപ്പെട്ട പണ്ഡിതന്മാരാണ്, കൂട്ടുകാരാണ്. അങ്ങനെ പിന്നെ തലയിലൂടെ ഇട്ടിട്ട് ആ പിന്നെ പുതപ്പിന്റെ അറ്റങ്ങനെ ചേർത്ത് പിടിച്ചു. റിബാത്തിയോട് അതിന്റെ താഴെ വന്നിരിക്കാൻ പറഞ്ഞു. അപ്പൊ റിബാത്തി പറഞ്ഞൊരു വാക്കുണ്ട്, തമന്നൈതു ലൗ നിമിതു ഖബല യഖ്ദിമനി അമീറൻ. അദ്ദേഹം ഒരു അമീറായി എനിക്ക് ഹിദ്മത്ത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ എന്ന് പോലും ഞാൻ ആഗ്രഹിച്ച പോലെ. അത്രത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ച 2 കൂട്ടുകാർ. നമുക്കും ഒരുപാട് കൂട്ടുകാരുണ്ട്. അങ്ങനെ നമ്മളൊക്കെ സ്നേഹിക്കുന്നുണ്ടോ? അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കൂട്ടുകാരനോട് ചെയ്യേണ്ട ഒന്നാമത്തെ കടമ, ഒന്നാമത്തെ ബാധ്യത, നമുക്ക് അവരെ ഇഷ്ടമാണെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടമാണെങ്കിൽ അവരോട് പറയുക എന്നുള്ളതാണ്. രണ്ടാമതായി അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, അവർക്ക് വേണ്ടി അവരുടെ അഭാവത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ പല ആളുകളും പറയാറുണ്ട്, പിന്നെ എൻ്റെ കാര്യം മറക്കരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മകനിക്ക് തീരെ അസുഖമാണ്, തീരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കലല്ല, ഒരാൾ പറയാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പം എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞിട്ട് അവൻ്റെ ഉമ്മാക്കും അവനും വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവൻ എന്നോട് പറയാതെ പ്രാർത്ഥിക്കുന്നതും രണ്ടും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കണം, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യദഉ ലി അഖീഹി ബിളഹിരിൽ ഗൈബി. ഒരാൾ അയാളുടെ സഹോദരന്റെ അഭാവത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവനവിടെ ഇല്ല, അവനെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. അങ്ങനെ ഒരാൾ ആത്മാർത്ഥമെന്നും നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടോ? രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്, ആ പ്രാർത്ഥനകൾക്ക് ശേഷം നമ്മുടെ കണ്ണിൽ വരുന്ന ചില മുഖങ്ങളുണ്ട്. ആ മുഖങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ എത്ര കൂട്ടുകാരുടെ മുഖങ്ങളുണ്ട്? അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ മലക്ക് പറയാണ്, വലക്ക ബിമിസിൽ, മലക്ക സമയത്ത് പറയും, നിനക്കും അതുപോലുള്ളതുണ്ടാകട്ടെ. നീ എന്താണോ നിന്റെ കൂട്ടുകാരൻ, നിന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചത്, അത് നിനക്കുണ്ടാകട്ടെ എന്ന് മലക്ക് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസാണ്, മൻ ശറഹു അയജിദ ഹലാവത്തൽ ഈമാൻ. ഈമാനിന്റെ മാധുര്യം ലഭിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ,
അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. ഈമാനിൻ്റെ ഹലാവ നോക്കി, ഈമാനിൻ്റെ മാധുര്യം ഒരാൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ കൂട്ടുകാരനെ ഭൗതിക താല്പര്യങ്ങൾക്കല്ല, അള്ളാഹിന്റെ മാർഗത്തിൽ അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അവനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം കിട്ടി എന്നുള്ളതാണ്. ഒന്നെന്താണെന്നറിയോ? ഒന്ന്, എല്ലാത്തിനേക്കാളും അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുക. രണ്ട്, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ സ്നേഹിക്കുക. വേറൊരു ആഗ്രഹമല്ല, വേറൊരു ലക്ഷ്യം വെച്ചിട്ടില്ല. അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ ഒരു പറ്റം കൂട്ടുകാരുണ്ടെങ്കിൽ അത് അവന് ഈമാനിന്റെ ഹലാവത്ത് ലഭിക്കാൻ അത് കാരണമെന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്. അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത് മഹാനായ താബിഈ പണ്ഡിതൻ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹിയുടെ മനോഹരമായ ഒരു കൗലാണ്. അദ്ദേഹം പറയാണ്, ഇഖ്വാനുനാ അഹബ്ബു ഇലൈനാ മിൻ അഹ്ലിനാ. നമുക്ക് ചില കുടുംബക്കാരുണ്ട്, ആ കുടുംബക്കാരായ ആളുകളെക്കാൾ നാം ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ചില കൂട്ടുകാരെയാണ്. കാരണം നമ്മുടെ കുടുംബക്കാർ പലപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കാറുള്ളത് അവർ ദുനിയാവിൻ്റെ വിഷയങ്ങളാണ്. ഒരു കുടുംബക്കാരനെ കാണുന്ന സമയത്ത് അവർ പറയും, വീട് വെച്ചോ, കാറ് വാങ്ങിയോ, എത്ര കാലമായി ഗൾഫിൽ നിൽക്കുന്നു, എന്താ സമ്പാദിച്ചത്, ഇങ്ങനെയുള്ള സംസാരങ്ങളായിരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പറ്റം കൂട്ടുകാരുണ്ട്, ഒരു പറ്റം സഹോദരങ്ങളുണ്ട്. അവർ പരസ്പരം നമ്മളെ കണ്ടാൽ ഓർമ്മിപ്പിക്കുന്നത് പരലോകമാണ്. അതുകൊണ്ട് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറയാണ്, എൻ്റെ അടുത്ത കുടുംബക്കാരെക്കാൾ എനിക്ക് പ്രിയം എൻ്റെ ചില സഹോദരങ്ങളെയും കൂട്ടുകാരെയുമാണ്. അതാണ് അവരും ഇവരും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഇസ്ലാമിൽ സൗഹൃദങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജീവിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഒരുപാട് സൗഹൃദത്തിൻ്റെ മര്യാദകളൊക്കെ സൂചിപ്പിച്ചു. ആ മര്യാദകൾ ഉൾക്കൊണ്ട് പരസ്പരം സ്നേഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മളിലേക്ക് വരുന്ന നമ്മുടെ കൂട്ടുകാരെ മാത്രം കാണാതെ നമ്മളെന്ന കൂട്ടുകാരൻ ഏത് രൂപത്തിലാണെന്ന് ആലോചിക്കുക. ഞാൻ മറ്റുള്ള പല ആളുകൾക്കും കൂട്ടുകാരനാണ്. ഞാൻ അവനൊരു മാതൃകയാകുന്നുണ്ടോ? ഞാൻ അവൻ്റെ അഭാവത്തിൽ അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള വിഷയം നമ്മൾ ആലോചിക്കുക. ചില കൂട്ടുകാരെ നാം സ്വീകരിക്കുമ്പോൾ നാളെ പരലോകത്തിൽ വിലപിക്കേണ്ട സന്ദർഭം വരും. അതുകൊണ്ട് ചില സൗഹൃദങ്ങളെ നാം പാടെ ഒഴിവാക്കണം. ആ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ചില മാറ്റത്തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാഭാവികമാണ്, കൂട്ടുകാരൻ്റെ സംസ്കാരവും ആദർശവും അവൻ്റെ സമീപനങ്ങളും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇനി ഒന്നുമില്ലെങ്കിലും അവൻ്റെ സംസാര രീതി, അവൻ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ പോലും നമ്മളിലേക്ക് കടന്നു വരും. നമ്മളത് ആഗ്രഹിച്ചിട്ടൊന്നല്ല, നമ്മൾ മനഃപൂർവ്വമല്ല, അറിയാതെ നമ്മളിലേക്ക് അത്തരം വിഷയങ്ങൾ കടന്നു വരും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ അയാളുടെ കൂട്ടുകാരൻ്റെ മതത്തിലാണ്. അവനെ കുറിച്ച് അറിയണമെങ്കിൽ അവൻ്റെ കൂട്ടുകാരനെ നോക്കിയാൽ മതി. കൂട്ടുകാരൻ നല്ലവനാണോ അവൻ്റെ സ്വഭാവവും അതേ രൂപത്തിലായിരിക്കും. കൂട്ടുകാരൻ മോശപ്പെട്ട ആളാണോ, കൂട്ടുകാരൻ കള്ളു കുടിക്കുന്ന, അതേപോലെ തന്നെ പലിശ കൊടുക്കുന്ന, അതേപോലെ സംസ്കാരമില്ലാതെ സംസാരിക്കുന്ന, നാവിന് ലൈസൻസ് ഇല്ലാതെ സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമാണ് ഇവൻ്റെ ജീവിതത്തിലേക്കും അതിൻ്റെ അധ്യാപനങ്ങൾ, അതിൻ്റെ സ്വാധീനങ്ങൾ അവൻ്റെ ജീവിതത്തിലും കടന്നു വരുമെന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ആലോചിക്കുക, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അല്ലാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി